അമ്മ പിടിച്ചോണം. ഇതവിടെ കുറേ പശുക്കളുണ്ട് കേട്ടോ. നല്ല ഇനം പശുക്കൾ. നല്ല ക്ലീൻ ആണ്. ഒരു ചെടിയിലൊന്നും പോണില്ലല്ലോ. ഇവിടെ വേണ്ട പുല്ലാണ്. Thank you for stopping me. I really appreciate when you do that. പകുതി കഴിച്ചാ? You can have this bug. I'm gonna finish this bug that isn't sweet. അതമ്മ കഴിച്ചോണം. ഇനി എനിക്ക് പഴം കൊടുത്തു കഴിഞ്ഞിട്ടേ ഭയങ്കര മധുരമാണ് ഇവിടുത്തെ പഴത്തിന്. പഴം കഴിക്കാൻ പറ്റുന്നില്ല എന്നാണ്. പകുതി കഴിച്ചിട്ട് അവളെ എനിക്ക് തന്നു. നല്ല മധുരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പഞ്ചസാര പനിയിലിട്ട് കഴിക്കില്ലേ, അതേപോലത്തെ മധുര പഴത്തിന്. ഇവിടെ ഏത്തപ്പഴത്തിന് നമ്മളിപ്പോ 2 സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തു നിന്നും വാങ്ങണം പഴത്തിന് ഈ മധുര. നമ്മളവിടെ നിന്ന് കരിക്ക് കുടിച്ചേട്ടാ. കരിക്ക് വെട്ടി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ വെട്ടി തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ കരിക്ക് വെള്ളം കുടിച്ചേട്ടാ കരിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വെട്ടിയിട്ട് കഴിക്കാമല്ലോ. എല്ലാവരും അവിടെ അത് അങ്ങനെ വെട്ടിയിട്ട് അയാൾ ചാക്കിലാക്കിയിട്ട് വെച്ചേക്കാം. അത് വെട്ടി കൊടുക്കണില്ല. അപ്പോൾ അങ്ങനെ കരിക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കരിക്കെടുത്ത് വണ്ടിയിൽ വെച്ച്, നമ്മൾ മലയാളികൾക്ക് അറിയാം കരിക്കിൻ്റെ ഉള്ളിലേക്ക് കഴിക്കണമെന്നുള്ളത്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്കൊന്നും അത്രയ്ക്ക് ഇതില്ല എന്ന് പറഞ്ഞു. എല്ലാവരും വെള്ളം കുടിച്ചിട്ട് അയാളത് ചാക്കിലാക്കിയിട്ട് വെക്കുക. വെട്ടി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരൊന്നും വെട്ടി തരില്ല എന്ന് പറഞ്ഞു. ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ, എല്ലാം മണമുണ്ട് കേട്ടോ. ഇപ്പം മണമെന്ന് പറയാം. അപ്പോൾ കയറാം. കാരണം നമ്മുടെ വീട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറേ കിടന്ന് കറങ്ങി. കാരണം നമുക്കിവിടെ ഇന്റർനെറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അലീന നമ്മുടെ ഗേറ്റ് തുറക്കുന്നുണ്ട്. നമ്മളിപ്പോ വന്നതില് കണ്ടതിലിട്ടല്ലോ വിട്ടുന്നത്. കാരണം ആരും എഴുന്നേറ്റില്ലേ? അലീന എവിടെ കിടന്ന്? മറ്റേ റൂമിലാ. ഫോൺ ചാർജർ അതിന് വേണ്ടി വന്നാണ്. ചായ ഇനിയുണ്ട് പോൾച്ചേട്ടാ? നല്ല കടുപ്പല്ലേ? ഞാൻ ടീ ബാഗ് പൊട്ടിച്ചിട്ടുണ്ടാക്കിയേ.
ഇവിടെ എ സി ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ എ സി ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പം. പിന്നെ അതവിടെ ഒരു ഫാനുണ്ട് നടുവിൽ. ഇത് ഫുള്ള് വുഡാട്ടാ. ഇവിടെ വലിയ മരം നോക്കിക്കേ. ഇത് തേക്കാന്നോണല്ലേ കുറച്ചേ മരം. ആ ഈ ഇവിടെ നമ്മൾ പോണ സമയത്ത് കുറേ തേക്കിൻ്റെ വലിയ തോട്ടങ്ങളൊക്കെ കണ്ടിരുന്നു. ഇത് തേക്കാന്ന് പ്രോത്സാഹനം പറയണേ. വലിയ മരം വെച്ചിട്ടില്ലേ, ഈ വലിയ മരം. നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് രാവിലെ നേരം ആയതുകൊണ്ട്. ഇതൊക്കെ റൂമായിരുന്നു. ഇത് പൂട്ടിയിട്ടേക്കാണല്ലേ. ഇവിടെ റൂമുണ്ട്, പൂട്ടിച്ചേക്കാം. മുകളിൽ ഒരു ബെഡ്റൂമും പിന്നെ താഴത്ത് 2 ബെഡ്റൂമും. പക്ഷെ താഴത്തെ 2 ബെഡ്റൂമിലും രണ്ട് കട്ടിലുണ്ട്. എല്ലാവരും ഉറങ്ങാൻ ആരും എഴുന്നേറ്റിട്ടില്ല. എനിക്ക് ഇന്നലത്തെ കുറേ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകാറുണ്ട്. ഇപ്പം നന്നായിട്ട് നേരം വെളുത്തിട്ടാ. നല്ല കിളികളുടെ ചില സമയത്ത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കിളികളുടെ. നേരം വെളുക്കുമ്പോഴേക്കായിരുന്നു നല്ല അങ്ങനെ ചൂടില്ല, നല്ല ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇതാ ഇതുമ്മയുണ്ടല്ലോ ഹമ്മിങ് ബേഡ്സ് വന്നിരിക്കണതാണ് എപ്പോഴും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ പറന്നു പോര്. കണ്ടമാനം കിളികളുണ്ട്. അവിടെ വലിയൊരു മരം കൊത്തി വന്നിരിക്കുന്നുണ്ട് ആ പോസ്റ്റുമ. അതാ കണ്ടോ, നല്ല വലുപ്പമുണ്ട് കേട്ടോ അതിന്. കുറേ ടൈപ്പ് കിളികളുണ്ട് ഇവിടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങൾ പോണ ദിവസം കേട്ടോ. ഇന്ന് നമ്മൾ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകും. കിളികളെ മരത്തുമ്പോൾ കിളികളുണ്ടാകാനാണ് വലിയ വലിയ സൗണ്ടുകൾ ഉണ്ടാക്കണേ. അത് ശരിക്കും നല്ല ഭംഗിയുള്ള കിളി കേട്ടാ. ഇങ്ങനെ ചുണ്ട് നീണ്ടിട്ടുള്ള ഒരു ടൈപ്പ് തത്തയുടെ പോലെ ഇരിക്കുന്ന പോലത്തെ ഒരു കിളിയാണത്. ഭയങ്കര ഹൈറ്റിലിരിക്കണത്. എനിക്കായിരുന്നാലും അത്രയ്ക്ക് അതിൻ്റെ ചുണ്ട് നീണ്ടിരിക്കുന്നത് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ. ഈ മരത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞക്കിളി വന്നിരിക്കുന്നത്. പറഞ്ഞു കുറേ ടൈപ്പ് കിളികളെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ. അവിടെ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പോർക്കിൻ്റെ സൗണ്ടാണോ? കേട്ടാ, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിൻ്റെ സൗണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിന്ന് കേൾക്കണം. അവിടെ കുറച്ച് ഇങ്ങനെ വീടുകൾ പോലെ കണ്ടില്ലേ മുകളിൽ.
so much longer than mine. That's because you gotta put them out like this and point them inward. Yeah, I'm also sitting. No, not that much inward. Let's see. No need, you put them out. I'm trying to give you long lines. Thank you. Hello? ആ കിളി കൂട് നിങ്ങൾ കണ്ടില്ലല്ലോ. Charities. I like this book. This is a book of curses and blessings for occasions. Should we bring it with us so we can learn some? This is really cool. No. അതാണ്ട് അവര് കിളി കൂട് കൂട്ടിയാണേ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ട് കുറെ കിളികള്. സൗണ്ട് കേട്ടാ. അയ്യടാ പറന്നു പോയി കിളി ഇപ്പൊ. ആ ട്രീമൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട്. കുറെ വന്നിരിക്കുന്നതാക്കാം. രാത്രി നല്ല സൗണ്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ഉറങ്ങണ നേരത്തെ സൗണ്ട് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. My hair is getting a little dead. Does anyone have any oils? Oh, I have these shorts. It's okay. But do you have any hair oils? Mommy does. പുതുട്ടാ ചായ എങ്ങനെയുണ്ട്? പാലുണ്ടോ? പാലുണ്ടോ? കുറച്ച് പാലേ ഉള്ളൂ. ഇനി പോകുമ്പോൾ പാല് കുറച്ച് പാല് ഇരിക്കണുള്ളൂ. ഇനി പാല് പോകുമ്പോൾ വാങ്ങണം. നല്ല പാലാ തോന്നല്ലേ ഇവിടുത്തെ പാല്? നാട്ടിലെ പാല് നാട്ടിലെ പാലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കിളികൾ എന്ത് സൗണ്ടാ ഇവിടെ. കിളികൾ അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടിയിട്ടേ. ഫോക്കസിങ് ആണ് നോക്കട്ടെ. പോസട്ടാ ബാ കഴിക്കാം. നീ ആവാ ചോറിരിക്കണ്ട്. എങ്ങനെയുണ്ട് പോസട്ടാ മുട്ട? നല്ല ടേസ്റ്റില്ലേ? നമ്മുടെ കോഴിയുടെ മുട്ടയുടെ ടേസ്റ്റില്ലേ? ഓക്കെ. പോസന്നെ ഇവിടെ വന്നിട്ട് എല്ലാ സാധനത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏത്തപ്പഴം പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അയ്യോ ഈ മാങ്ങ കൊണ്ടെത്തണം. ഓ പപ്പായ രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിക്കുന്ന സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒക്കെ കഴിച്ചു തീർക്കണം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ കയറ്റി വെച്ചേക്കാം. പപ്പായൊക്കെ 5-6 പപ്പായ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇന്നലത്തെ ബീഫിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെടുക്കണം. പിന്നെ അത് ഇവിടുത്തെ ബിയറാട്ടോ. ഞങ്ങൾ നല്ലൊരു ബിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. സിമ്മേനത് ഡ്രസ്സ് എടുത്താ? ട്രൗസർ എടുത്താ? ആ ട്രൗസർ എടുത്തിട്ടൊന്നുമില്ല. ഇതിട്ട് സിമ്മ ചെയ്യാം. നീന വന്ന് കഴിച്ചേ. ഏത്തപ്പഴം കഴിക്കേ. നീന സൂത്രത്തിൽ പോകാൻ നോക്കണ ആളാ. ഇപ്പൊ നമ്മുടെ നീ ചേച്ചി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അവിടെ സ്പൂൺ വെച്ചിട്ടുണ്ടാ ഗ്ലാസ്സിൽ കഴുകി വെച്ചേക്കണ്ട. എടുത്തോ സ്പൂൺ എടുത്താൽ മതി. ഗുഡ് മോർണിംഗ്. മറ്റേ സാധനം വേവാൻ വേണ്ടി കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. നീ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നീയ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ അവിടെ നിന്ന് നീയനെ കൊണ്ട് പോകുന്നുണ്ടോ. നീയ വേൾഡ് ട്രിപ്പിന് പോയേക്കായിരുന്നു. ഏത് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു? കുറേ സ്ഥലങ്ങൾ പോയി അല്ലേ? എവിടേക്ക് പോയിട്ട് ഇപ്പം ടോട്ടൽ എവിടേക്ക് പോയിട്ടുണ്ട്? കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ടല്ലോ. എല്ലാ രാജ്യങ്ങളും പറഞ്ഞേ. പറയണേ.
പറയുന്നില്ല, എനിക്ക് ഓർമ്മയില്ല എല്ലാരും. എല്ലാരും ഓർമ്മയില്ല, എന്നാലും ഓർമ്മയുള്ളത് പറയും. അയർലൻഡ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പറയാത്തേക്ക് ഓർമ്മയുള്ളത് ദൈവമേ, അയർലൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, സ്പെയിൻ ഓർമ്മയുണ്ട്, പിന്നെ മറ്റേ നമ്മളെല്ലാരും നാട്ടിലെല്ലാരും പോണ സ്ഥലത്തിന് വരുന്ന തായ്ലാൻഡിൽ എന്ത് പഠിക്കാനോ പോയിട്ടുണ്ടായിരുന്നേ? മോയ്ത്തായി പഠിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ മോളാണ് മോയ്ത്തായി പഠിക്കാൻ വേണ്ടി പോയേക്കാന്ന് ആരോ എന്തോ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിരുന്നു. അവിടെ വല്ലവരും നീ കണ്ടിരുന്നോ? അവിടെ കണ്ടില്ലല്ലേ? നീ ആ മോങ്തായി പഠിക്കാൻ വേണ്ടി നീ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? DC പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒറിജിനൽ അവിടെ നിന്നാണോ അല്ലേ? അങ്ങനെ അതിന് വേണ്ടിട്ട് അവളെ അവിടെ മോയ്ത്തായി പഠിക്കാൻ വേണ്ടിട്ട് എത്ര നാളുണ്ടായിരുന്നു? 2 മാസം അവിടെ ഉണ്ടായിരുന്നു. 3 മാസം മോയ്ത്തായി പഠിക്കുമായിരുന്നു. എങ്ങനെ ചെയ്യണേത് ഒന്ന് കാണിച്ചു കഴിഞ്ഞുകൊണ്ട് ആക്ഷൻ അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. പപ്പനെ അടിക്കരുത്. അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയേ ഇന്ത്യ കുറെ സ്ഥലങ്ങൾ ചുറ്റിട്ടോ തന്നെയാണ് പോണത്. സോളോ ട്രിപ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. കാശ്മീരിൽ പോയിട്ടുണ്ടായിരുന്നു. കാശ്മീരിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കാശ്മീരിൽ പോയിട്ട് നല്ലതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് ചാടിയില്ല. എന്താ കാര്യം ഉണ്ടായി? തണുപ്പായിരുന്നു. പക്ഷെ അവിടെ ഇവിടുത്തെ റൂമിന്റെ ഉള്ളിലൊന്നും ഹീറ്റിങ്ങും ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ഭയങ്കര പാടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എത്ര ദിവസം നിന്നു അവിടെ? ഒരാഴ്ച അവിടെ നിന്നോളൂ. അങ്ങോട്ട് നീ അവിടെ ലൈറ്റിങ് ഒരാഴ്ച അവിടെ ഉണ്ടായുള്ളൂ. ഇന്ത്യയിൽ 3 മാസം ഉണ്ടായിരുന്നു. കാശ്മീരിൽ നിന്നാണ് പെട്ടെന്ന് പോകുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ കാശ്മീരിൽ നിന്ന് പിന്നെ അവിടേക്ക് പോയത്? ഡൽഹിയില് പക്ഷെ ഒട്ടും നിന്നില്ല. ഡൽഹിയില് ഇതിനു മുമ്പ് അവള് ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളതിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് അല്ലേ? ഡൽഹി ഭയങ്കര പൊട്ട സ്ഥലം അല്ലേ? ഭയങ്കര പൊല്യൂഷൻ. വൃത്തിയില്ല, ഭയങ്കര പൊല്യൂഷൻ അല്ലേ? ഭയങ്കര പൊല്യൂഷൻ. അത് തന്നെ ഡൽഹിയില് നിന്നില്ലല്ലോ. ഡൽഹിയിൽ നിന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് പോയേ? പിന്നെ ആഗ്ര പോയി. ആഗ്ര എങ്ങനെ ഉണ്ടായിരുന്നു? ആഗ്രഹം മാത്രമൊക്കെ ഇഷ്ടമായില്ല. പിന്നെ അവിടെ പോയേ? ബാംഗ്ലൂരാണ് അവൾക്ക് ഇന്ത്യയിൽ പോയാലും ഏറ്റവും ഇഷ്ടമായ സ്ഥലം അല്ലേ? ബാംഗ്ലൂർ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ബോംബെയിൽ കുറച്ച് നാൾ നിന്നല്ലോ. ബോംബെയിൽ ഒരു 1.5 മാസം നിന്നു. പിന്നെ നമ്മുടെ കേരളത്തില് പോൾസേട്ടൻ നാട്ടിൽ ചെന്നപ്പോ പോൾസേട്ടൻ്റെ കൂടെ കേരളത്തിൽ എത്ര നാളുണ്ടായിരുന്നു? കേരളത്തിൽ 1 മാസം ഉണ്ടായിരുന്നു. കേരളത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിൽക്കാൻ വേണ്ടിട്ട്? കുഴപ്പമുണ്ടായിരുന്നില്ല. അതന്നെ, പ്രത്യേകിച്ചൊന്നും പോയില്ല. പിന്നെ നമ്മളിപ്പോ പോണ സ്ഥലമാണല്ലോ. എന്നാലും കേരളത്തിൽ പോകാൻ വേണ്ടിട്ട് ഇഷ്ടമല്ലോ. എന്തായിരുന്നാലും എല്ലാവർക്കും നമ്മളിപ്പോ തന്നെയായിരുന്നാലും പോകുമ്പോഴായിരുന്നാലും ഇപ്പൊ നീന ഇപ്പൊ പോയിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ പോണം. ഒരു വർഷത്തിൽ എങ്ങനെയെങ്കിലും 1 പ്രാവശ്യം പോകണമെന്ന് ഇപ്പോഴും പറയാറുണ്ട്. ഇതുകൊണ്ട് ചിലവർക്ക് അങ്ങനെ ഇവിടെ അമേരിക്കയിലുള്ള പിള്ളേർക്ക് ചിലവർക്ക് ഇന്ത്യയിൽ അവരുടെ നാട്ടിലേക്ക് പോകുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല ചിലവർക്ക്. അങ്ങനെയുണ്ട്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലവർക്ക് പറയുന്നുണ്ട് പോകുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ലെന്ന്. അങ്ങനെ പിന്നെ അത് അത്ര സ്ഥലങ്ങളെ പോയതല്ലേ. പിന്നെ എവിടെ പോയതേ? പിന്നെ അയർലൻഡ്. പിന്നെ എവിടെ പോയേ? ജമൈക്ക പോയിട്ടുണ്ട്. പിന്നെ എവിടെ പോയി? അല്ല നീ അവിടെ തന്നെ ബോംബെയിലും പിന്നെ വേറെ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? നിനക്ക് ഇഷ്ടമായി? അല്ല വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നോ? അതല്ല ന്യൂ ബോംബെ അല്ലടി, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞത്. മഹാബലേശ്വരം അല്ലാണ്ട് പിന്നെ കൊടുകിൽ പോയേ? കൊടുകിലല്ല, വേറെ സ്ഥലത്ത്. അവിടെ വേറെ സ്ഥലത്ത് ഏതിനാ പോയിട്ടുണ്ടായിരുന്നു? കുറുക്. കുറുക് പോയിട്ടുണ്ടായിരുന്നു. എവിടെ? മെഡിക്കേരി. കുറുക് നല്ല സ്ഥലമായിരുന്നു പറഞ്ഞു. കുറുക് നല്ല സ്ഥലം ഉണ്ടായിരുന്നു. ഗോകർണയില് പോയി. കർണാടകയിൽ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ചുറ്റിലൊക്കെ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് കുറെ സ്ഥലങ്ങളൊക്കെ ചുറ്റാൻ വേണ്ടിട്ട് പോയിട്ട് വന്ന് പിറ്റേ ദിവസം നമ്മൾ അവിടേനും കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇനി ചുറ്റിലൊക്കെ കഴിഞ്ഞുണ്ടോ നീയുടെ? അപ്പൊ പോൾസേട്ടൻ നമ്മുടെ പൈനാപ്പിൾ ചെത്താൻ വേണ്ടിട്ട് പോണുണ്ട്. പോൾസേട്ടൻ അറിയാമത് അല്ലെങ്കിൽ പോകുമ്പോ എനിക്ക് ചെത്തലുണ്ടാവില്ല. പപ്പായ ഫ്രിഡ്ജില് എടുത്തോ, മോള് ചെത്തിക്കും. അമ്മ ചെത്തിയതാ. പപ്പടെ കൊടുത്തു. പപ്പ നല്ല പിള്ളേര് പറഞ്ഞ പിന്നെ പപ്പ വേഗം എന്ത് ചെയ്ത് കൊടുക്കും. ഇത് ഭയങ്കര വലിപ്പമുണ്ട് ഓരോ പൈനാപ്പിളിന്. ഇതെല്ലാം മണാണ് സഹിക്കാൻ പറ്റാതെ. അടിപൊളി മണാണ്. മണുണ്ടോ? നല്ല മണല്ലേ? എന്റെ ചായ ഞാൻ കുടിച്ചിട്ട് ചായ ഉണ്ടാക്കുമ്പോ കാപ്പി
പാലില്ല. പാലില്ല. അയ്യോ ഇനി പാല് വാങ്ങണ്ട. നമ്മുടെ അലീന ചേച്ചി ഇവിടെ നിന്നിട്ട് നല്ല തട്ടാട്ട. അലീന സീനറിയൊക്കെ കണ്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല അലീന? Why don't we do a hot spring so Papa can do it? Papa can come to the waterfall. Okay. ഹായ് ഹായ്. ടേസ്റ്റ് ഉണ്ടോ എൻ്റെ മുട്ട? നീ മുട്ടയും പിന്നെ എന്നിട്ട് തന്നെ ബീഫും റൈസാ? അയ്യോ ബീഫ് വേവിക്കാനുണ്ട് നമുക്ക്. അത് ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സമയം എടുക്കും. അതേ പപ്പ പറയുന്നത് ഇത് ചാമ്പ മരമാണ്. ഈ കാണുന്ന മരം എനിക്ക് കൊണ്ട് ചാമ്പയും തോന്നണേ കണ്ടിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതേപോലെ തന്നെ അവിടെ സപ്പോട്ട മരമൊക്കെ ഉണ്ടെന്ന് പപ്പ പറയുന്നത്. ഇത് രസമല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇത് പൊക്കത്തെ സ്ഥലം. എനിക്ക് ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് താഴത്തേക്ക് ഭയങ്കര ഡീപ്പ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ പനയുടെ സാധനം. കണ്ട അമ്മ ഉണ്ടായിക്കുന്നുണ്ട. ഇത് ഇതിങ്ങനെ ചെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ? ആ പോൾച്ചേട്ടൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ? വിടർന്നായിരുന്നു അങ്ങനെ വരുന്നത്. കണ്ടോ? പക്ഷെ എന്ത് വലുതാ അതിൻ്റെ ചൊട്ട കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പാട്ടോ അവിടെ. ഓ സൂപ്പർ സ്ഥലം. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതേപോലത്തെ സ്ഥലങ്ങൾ. Say hi. അവിടെ നിന്ന് എടുക്കണം. I just turned the water off. That's good. അല്ല Oh yes. We'll deal with it later. നീ താക്കോല് കിട്ടിയാ? കിട്ടി. ആ വെള്ളം നിക്കണില്ലേ അത് ഞാൻ പറഞ്ഞു. ഫ്ലഷിന്റെ? ഞാൻ നോക്കിട്ട് വരാണ്. വേണ്ട വെള്ളം ഓഫാക്കി. ഓഫാക്കിണ്ട? ശരിയായിട്ടില്ല പക്ഷെ ഓഫാക്കി. അത് നമ്മള് Ready? Nia, you want some? It's really good lighting here. Really? Hello. Should I bring the butter with us? Huh? Are you gonna bread? Just a little bit of butter. പിടിച്ചു Just want a little bit left. ഓക്കെ. Like a little bit left. Do you just eat it? It's really good. Papa cut it. എങ്ങനെയുണ്ട് പൈനാപ്പിള്? It's really good. നിങ്ങൾക്ക് പൈനാപ്പിൾ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇഷ്ടമാണോ? Oh, just not it. ആ ഓക്കെ. മധുരല്ലേ? It's not super sweet, but it's sweet. പപ്പയോട് പോയി പപ്പയുടെ എത്തി കഴിഞ്ഞില്ലേ? ഇതാട്ടോ ഈ വീടിൻ്റെ ബാക്ക് സൈഡാട്ടോ ഇത്. അതിൻ്റെ മുകളിലാണ് ഞാൻ കിളികൾ. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബെഡ്റൂമായിരുന്നു. അവിടെയാണ് ആ കിളി കൂട് കൂട്ടിയത്. വേണ്ട ഇത് ഫുള്ള് വുഡാട്ടാ. ഇതുമ്മ ഇത്തരം പോളിഷ് അടിച്ചേക്കുന്നതാണ് ഈ കളർ കേട്ടാ. ഇതാണ് ഈ വീട്. ഇതോരോ കുഞ്ഞു കുഞ്ഞു കിളികളാണ് നടക്കണേ. അവർക്ക് വേണ്ട ഓരോന്നുമേന്നും കണ്ടമാനം തേനൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക്. അതിന് വേണ്ടിയിട്ട് നടക്കണേ. ഇതാണ് പോൾസെട്ടൻ ചാമ്പ മരാന്ന് തോന്നണേന്ന് പറഞ്ഞത്. എന്തോ മരാന്ന് തോന്നണു. പക്ഷെ ഇപ്പം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നീന എന്നിട്ടാ കഴിക്കണേ? ആ നീന മുട്ടച്ചോറാട്ടാ കഴിക്കുന്നത്. പോൾസെൻ്റെ അവിടെ നിന്ന് എല്ലാ പോൾസുകളും ചെത്തണുണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ നമ്മുടെ പറമ്പ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാട്ടെ. അതെ ഇത് മാവാട്ടാ. അത് മാവ്. അത് പോൾസേട്ടൻ പറയായിരുന്നേ സപ്പോട്ടയാന്ന് പറയായിരുന്നു. തോന്നുന്നു സപ്പോട്ടയുടെ മരം ഇല പോലെ ഇരിക്കുന്നുണ്ട്. അവിടെ നാരങ്ങ നിൽക്കണുണ്ട്. നാരങ്ങ ഉണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഓക്കെ ഒരു ചെരുപ്പ് ഇട്ടിട്ട് വരാൻ. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമായി. നല്ല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ
പറമ്പും വീടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-6 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എക്സസൈസായി. അതായത് ഇതാ നിൽക്കണത് നാരക കേട്ടോ, നാരങ്ങ തോന്നാട്ടെ. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, അതിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇതുമ്പോൾ എന്തൊക്കെയോ കാര്യം ഉണ്ടായി കിടക്കുന്നുണ്ട് ഈ മരത്തുമ്പോൾ. നമുക്ക് അതിൻ്റെ പേരറിയില്ലല്ലോ. കുഞ്ഞു കുഞ്ഞു പഴം ഉണ്ടായി കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പഴമല്ല. കണ്ണുണ്ടോ? പച്ച കളറാണ് കാണുന്നത്. എന്താണെന്ന് അറിയില്ല. നമ്മൾ അറിയണ പഴമല്ലേ നമുക്ക് തിന്നാൻ വേണ്ടിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും. ഇവിടെ നിന്നാട്ടെ നമ്മുടെ വ്യൂ ഇതാ. നമ്മുടെ നീയ വരുന്നുണ്ട്. ഇവരെല്ലാവരും വന്ന ദിവസം തന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഓടിക്കണ്ട. അതാണ് ഇപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ ആർക്കും വരാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. നീ എന്നെ നിർബന്ധം വന്നപ്പോൾ നീയ വരുന്നുണ്ട്. വേറെ ആരും വന്നില്ലേ? എന്താ കരിമ്പുണ്ട് കേട്ടോ നമുക്ക് അവിടെ. നിൽക്കുന്നുണ്ട് കരിമ്പ് വെട്ടണോ? വെട്ട്. ഇവിടെ എന്തോ ഒരു പഴമുണ്ട്. നോക്കി ഇറങ്ങണം, ബാലൻസ് പിടിച്ചിറങ്ങണം. അല്ലെങ്കിൽ നല്ല മണ്ട കുത്തി കിടക്കും. നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതാണ് നമ്മുടെ സ്ഥലത്ത്. ഇവിടെ നമ്മുടെ മണി പ്ലാന്റ് നോക്കിക്കേ. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ട് എല്ലാവരും. ഇവിടെ ഒരു പാത്തുണ്ട് കേട്ടോ ആൾക്കാർ. പാമ്പുണ്ടെന്ന് പറഞ്ഞവര്. പാമ്പിനെ എനിക്ക് കുറച്ച് പേടിയാണ്. പണ്ട് ഇതേപോലത്തെ ഒരു സ്ഥലം എൻ്റെ പപ്പയുടെ എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു മേലൂര്. അവരുടെ വീടിൻ്റെ താഴെ ചാലക്കുടി പുഴയാണ്. അവിടേക്ക് പുഴയുടെ അവിടേക്ക് ഇറങ്ങിപ്പോണ പോലത്തെ സ്ഥലമാണിത്, മേലൂര്. നിങ്ങൾ വല്ലവരും മേലൂര് വീട് ഉള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണോട്ടാ. മേലൂര് എന്നിട്ട് അവരുടെ അവിടെ നിന്നാണ് കടവ് കയറിയിട്ട് പൊക്കത്തേക്ക് കയറി വരുമ്പോൾ അവരുടെ വീടാണ്, അച്ചാച്ചൻ്റെ വീടാണ്. അപ്പം നമ്മൾ വെക്കേഷന് നമ്മൾ എപ്പോഴും പോണത് അവിടേക്കാണ്. കാരണം അവിടെ പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. അവിടെ കുര്യച്ചൻ ചേട്ടനൊക്കെ പറഞ്ഞ അവിടെ ഷാജി ചേട്ടൻ, കുര്യച്ചൻ ചേട്ടൻ, പോൾസൻ ചേട്ടൻ, മേരിക്കുഞ്ഞേച്ചി, ത്രേസ്യാമ്മ ചേച്ചി, അല്ലി ചേച്ചി, അങ്ങനെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ നമ്മളെക്കാളും വേറെ വലിയ ചേച്ചിമാരായിരുന്നു. അപ്പോൾ നമ്മളതിനെ അവർ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയിട്ട് പുഴയിലേക്ക് കുളിക്കും. ഇതങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി പോണ പോലത്തെ ഒരു സ്ഥലമായിരുന്നു അത്. ദൈവമേ, ഞാൻ അങ്ങോട്ടൊന്നും വന്നില്ല മോളെ. എന്തെങ്കിലും സാധനങ്ങളെ കുത്തൊക്കെ ചെയ്താൽ എനിക്കൊരു പേടി. നാട്ടിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടേക്കാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു ഹോസ്പിറ്റൽ, ഒരു ആശുപത്രി പോലും ഞാനിവിടെയൊന്നും അടുത്തൊന്നും കണ്ടില്ല. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കണില്ലേ നിങ്ങളെ? ഇയ്യ എന്നാൽ നമ്മൾ എൻ്റെ അമ്പ. അങ്ങനെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഞാൻ ഇവിടെ ഇറങ്ങില്ല, കണ്ടു. ഞാൻ അവിടെ പോണ്ട, അങ്ങോട്ട് പോണ്ട. അവിടെ പൊന്നെ ഏതാണ്ടൊക്കെ വയറ്. ഓ, നല്ല വെള്ളച്ചാട്ടം. വെള്ളം നല്ല തെളിഞ്ഞല്ലായിരിക്കും. നല്ല വെള്ളം കുടിക്കാൻ പറ്റുമോ? നല്ല വെള്ളം. ഇവിടെ ടാപ്പ് വാട്ടറായിട്ടാണ് കുടിക്കുന്നത്. നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഒഴുകി. പിന്നെ അങ്ങോട്ടേക്ക് പൊക്കാം. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇവിടെ വെള്ളം പോണ ഒരു ചാല് നോക്കിക്കേ. ഈ മറ്റേ സൈഡിലാണ് നമ്മൾ വാഴയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? നീ വാഴ കണ്ടിരുന്ന? കൊല വേണ്ട. ഓക്കെ, ആ സൈഡിൽ ഇവിടെ എന്തൊക്കെയോ ഫ്രൂട്ട്സാണ്. ഇത് തേക്കുമരാ, തേക്കാട്ടെ. ഇവിടെ നല്ല കുടംപുളി കൊണ്ടുവന്ന് വയ്ക്കുക. ഇത് മാവാ, പൂത്തിട്ട് പോലും ഇല്ല. വീഴും, തലവല്ലി വീഴും. നീയാ വേണ്ടാന്ന്, നീയാ നിർത്ത, നീയാ കൊച്ചു വീഴൂട്ടാ. ആടണടിയിലാണ് ഞാൻ കല്ല.
പപ്പായനുണ്ട് നല്ല മധുരം. നല്ല സൂപ്പർ പപ്പായ കേട്ടോ. തേന ഒഴുകണ പപ്പായനത് അല്ലേ?